ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഭാഗമാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ നടന്ന് വീണ്ടും ഓരോന്ന് കാണാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ എത്തിയിരിക്കുന്നത് സ്നേക്കിൻ്റെ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. കംപ്ലീറ്റ് സ്നേക്കായിരുന്നു. അതെല്ലാം നോക്കി ഇങ്ങനെ കാണുമായിരുന്നു. ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഓരോ ജീവജാലങ്ങൾക്കും എത്ര ആയുസ് വരെ ജീവിക്കാൻ കഴിയുന്നും അവയെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ പാമ്പിൻ്റെ ഒരു കൂട്ടത്തിലുള്ളതാണ് കേട്ടോ പച്ചില പാമ്പ് എന്ന് പറയുന്ന പാമ്പ്. അപ്പോൾ അതാണ് കേട്ടോ ഈ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ദേ ആള് മരക്കമ്പിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. അങ്ങനെ ആളെ കണ്ടുപിടിച്ചു. അങ്ങനെ വീണ്ടും ഇങ്ങനെ നടക്കുകയാണേ. നടന്ന് ദേ സ്നേക്കുകളെ തന്നെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്നേക്കുകളെ നമുക്ക് കാണാം കേട്ടോ. അതിനൊക്കെ പ്രത്യേകം പറയുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ വലിപ്പവും അതിൻ്റെയൊക്കെ ആയുസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേകം ദേ വായിച്ചുകൊണ്ടാണ് ഈ നടത്തം. അങ്ങനെ ദേ നമുക്ക് പിന്നെ നമ്മളെപ്പോലെ ഈ യാത്രക്കാർക്കൊക്കെ വളരെയേറെ ഉപകാരപ്രദമാണ് ഈ കൂജയിൽ വെച്ചിരിക്കുന്ന വെള്ളം കേട്ടോ. ഞാൻ തൊട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് തണുത്ത് നല്ല വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു ഉപകാരപ്രദമാണ് കേട്ടോ ഇങ്ങനെ വെള്ളം വെക്കുന്നത്. അപ്പോൾ ദേ വീണ്ടും നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ കോബ്ര ഹൗസിലേക്ക് പോകാണ് കേട്ടോ. അതിന് മുമ്പ് ദേ മറ്റൊരു പാമ്പിനെ കണ്ടു. ആ പാമ്പിനെ കണ്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ യാത്രക്കാർക്കും നമ്മൾ നടന്നു പോയി കാണുന്നവർക്കൊക്കെ ഇരിക്കാനും പ്രത്യേകം ഫോട്ടോ എടുക്കാനൊക്കെ അതേ അടിപൊളി സംവിധാനം തന്നെ ഇവിടെ ഓരോരോ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ സൂമിലുള്ള പോലെ തന്നെ എല്ലാ സൂലും ഉണ്ട് കേട്ടോ അതേപോലെ ഇരിക്കാനുള്ള സംവിധാനം. പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ കിങ് കോബ്ര രാജവെമ്പാലയുടെ അടുത്തേക്കാണ് കേട്ടോ. ദേ കാണുന്ന പാറേൻ്റെ മുകളിൽ കണ്ടില്ലേ നിങ്ങൾ, ദേ പത്തി വിടർത്തി അവിടെ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു രാജവെമ്പാല കേട്ടോ. പിന്നെ അതേ അവിടെ ഒരു ഉപ്പിലിട്ട എന്തായിരുന്നു കൈതച്ചക്ക ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് അത് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി. പിന്നെ അതേ എല്ലാവരും ചോക്കോബാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് വാങ്ങിച്ചില്ലായിരുന്നു കേട്ടോ. എന്തോ അപ്പോൾ പിന്നെ കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ പോയത് നൈറ്റിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഹോട്ടൽ ഗോപികയിലാണ് കേട്ടോ കയറിയത്, ചെലവൂരുള്ള. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു. ചപ്പാത്തിയും പിന്നെ ഗ്രീൻ പീസിൻ്റെ മസാലക്കറിയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അവിടുത്തെ ഫുഡൊക്കെ എടുത്ത് പറയേണ്ടതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും പറഞ്ഞു കേട്ടോ. അച്ഛൻ മസാല ദോശയാണ് വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ചതേ പുറത്തേക്ക് ഇറങ്ങാണ്. ഇനി നേരെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്